ഹായ് ഫ്രണ്ട്സ്, ചേട്ടക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വയർലെസ് GPS ട്രാക്കറാണ് നോക്കാൻ പോകുന്നത്. ഇത് വയർ ടൈപ്പും ഉണ്ട്, വയർലെസ് ടൈപ്പും ഉണ്ട്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വൺ ലാപ്പിൻ്റെ ഒരു വയർലെസ് ടൈപ്പ് GPS ട്രാക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ നോർമലായിട്ട് വയർ ടൈപ്പ് വരുവാണെങ്കിൽ അത് ബാറ്ററി ആയിട്ട് ഫുൾ ടൈം കണക്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ആ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10,000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഒരു മാസം ഒന്നര മാസം വരെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ട്രൈ ചെയ്ത് നോക്കി, ഓക്കെ ആണിത്. ഞാനിത് ഇപ്പോൾ ചാർജ് ചെയ്ത് ഏകദേശം 1.5 മാസം ആകുന്നുണ്ട്. ഇതുവരെ അതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാനപ്പോൾ ലാസ്റ്റ് ഇന്ന് ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്ത് ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ വൺ ലാപ്പിൻ്റെ വയർലെസ് GPS ട്രാക്കറാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അപ്പോൾ അൺബോക്സിങ്ങിലേക്കാണ്. ഇതാണ് നമ്മുടെ വൺ ലാപ്പിൻ്റെ GPS ട്രാക്കർ. അപ്പോൾ നമുക്ക് ബോക്സിലുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ GPS ട്രാക്കിങ്, ഇൻസ്റ്റൻറ്റ് അലർട്ട്, അതുപോലെ സേഫ് സോണ്, വോയിസ് മോണിറ്ററിങ്, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ. വോയിസ് മോണിറ്ററിങ് ആണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു വണ്ടിയിലോ ഇല്ലെങ്കിൽ നമ്മുടെ കാറിലോ ബൈക്കിലോ എന്തെങ്കിലും ഒരു ബാഗിലോ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് സിമ്മിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള അടുത്തിരിക്കുന്ന സറൗണ്ടിങ്ങിലുള്ള ആളുകളൊക്കെ എന്തൊക്കെ പറയുന്നു അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു 10,000 mAh ബാറ്ററി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫീച്ചർ തന്നെ. എന്ന് വെച്ചാൽ ആ 10,000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് ഇല്ലെങ്കിൽ 1.5 മാസത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ സംഭവം ഓടിക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. നമ്മുടെ വൺ ലാപ്പിൻ്റെ GPS ട്രാക്കർ ഇപ്പം നമ്മളിത് വാങ്ങി ഒരു മാസം 1.5 മാസം ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ വരുന്നുണ്ട്, ഒരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണിത്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കിയാൽ ഇത് നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന പാകത്തിലുള്ള ഒരു ചെറിയ ലൈറ്റാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. സൈഡിൽ തന്നെ ഒരു റബ്ബർ സീല് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു 3 LED ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്ന റേഞ്ച് കിട്ടുന്നുണ്ടോയെന്നറിയാം, പിന്നെ ഒന്ന് GPS സിഗ്നൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്നറിയാം, പിന്നെ മൂന്നാമത്തെ നമ്മൾ ചാർജിങ്ങിലിടുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് മൂന്നാമത്തെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇൻഡിക്കേഷൻ. ഇതിൽ ഒരു പ്രീ ആക്ടിവേറ്റഡ് ആയിട്ട് 1 ഇയർ സബ്സ്ക്രിപ്ഷനിൽ ഒരു സിമ്മ് നമുക്ക് ഉള്ളിൽ ഈ ഡിവൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് GPS ട്രാക്കർ വാങ്ങി വേറെ റീചാർജും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം റെഡി ആയിട്ടാണ് വരുന്നത്. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും പിന്നെ റീചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ സൈഡിലായിട്ട് അതുപോലെ ബോട്ടം സൈഡിലായിട്ട് ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 8 മാഗ്നറ്റ് കിടപ്പുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ വണ്ടിയിലൊക്കെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ കാറിലൊക്കെ ആണെങ്കിലും ബൈക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു 8 മാഗ്നറ്റോടെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് കാറിൽ എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. കാറിൻ്റെ അടിയിലോ ബൈക്കിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ സൈഡിലൊരു ചെറിയൊരു ബാർകോഡ് പോലെ വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് വൺ ലാപ്പിൻ്റെ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഈ ബാർകോഡും നമ്മുടെ ഫോൺ നമ്പറും കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ മാപ്പ് പോലുള്ള സെറ്റപ്പ് കിട്ടും. ആ സെറ്റപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോയി, അതുപോലെ നമ്മൾ എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത്, എത്ര കിലോമീറ്റർ ഓടി, എത്ര സ്പീഡിൽ ഓടി, എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. മാപ്പ് ഓപ്പണായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ സെറ്റപ്പ് കിട്ടുന്നതാണ്. അതിൽ ഡിസ്റ്റൻസ്, ടൈമും, മാക്സിമം സ്പീഡ്, ആവറേജ് സ്പീഡും, റൺ ടൈമും എല്ലാം നമുക്കറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സേഫ് സോൺ സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് ഡിവൈസ് എവിടെയാണോ ഇരിക്കണത് അതിൽ നിന്ന് ഒരു 100 മീറ്റർ, 200 മീറ്ററോ ഇല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ വരെ നമുക്ക് സേഫ് സോൺ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ റൗണ്ടിന് വെളിയിൽ നമ്മുടെ വണ്ടി പോയാൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഡിവൈസ് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു അലാറം ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു മാസം കൊണ്ട് നമ്മുടെ വാഹനം ഇല്ലെങ്കിൽ ഡിവൈസ് എവിടെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാഹനം ഏതൊക്കെ വഴി പോയാൽ അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു റീപ്ലേ പോലെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ പോയ ആ ഒരു വഴി അതിൽ കൂടി ഇതിലെ സിമ്മ് നമുക്ക് നമ്പർ ലഭിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സിമ്മ് കളഞ്ഞിട്ട് പുതിയൊരു സിമ്മ് നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കോൾ ചെയ്ത് ഡിവൈസ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു ആൾക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് വണ്ടി മിസ്സായി, വണ്ടി ആരെങ്കിലും എടുത്തിട്ട് പോയാൽ തന്നെ ഈ പറഞ്ഞ പോലെ അവർ എന്താണ് സംസാരിക്കുന്നത്, എവിടെ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ സൗണ്ട് വരുന്നത് എല്ലാം നമുക്ക് ഈ ഡിവൈസ് വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് കേൾക്കണമെങ്കിൽ നമുക്ക്
സ്വന്തമായിട്ട് നമ്മളൊരു സിം വാങ്ങി അതിൽ ഇട്ട് അത് റീചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സിം ഈ പറഞ്ഞ പോലെ 1 ഇയർ സബ്സ്ക്രിപ്ഷനോടെ വന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചെടുക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ ഇല്ലെങ്കിൽ ഈ സിം ഇല്ലാത്ത ടൈപ്പ് വല്ലതും നോക്കേണ്ടി വരും. വൺ ലാപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ വൺ ലാപ്പ് ഡിവൈസിന് നമുക്ക് വയർലെസ് ആയതുകൊണ്ട് തന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയാനുള്ളത്, പ്രോബ്ലം അല്ല കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയർഡ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ വയർ കട്ട് ചെയ്ത് നമുക്ക് നേരെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ വണ്ടി ഇപ്പം ഒരാളിപ്പോൾ എടുത്തിട്ട് പോയി ബീപ്പ് സൗണ്ട് വന്ന് നമുക്ക് ഫോണിൽ തന്നെ അത് കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലത് സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം, കൂടുതൽ പേർക്കും ആഗ്രഹം വയറൊന്നും കട്ട് ചെയ്യാതെ GPS ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും കാര്യം വന്ന് വണ്ടിക്ക് നിറയെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെയ്ടെക്കിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല സൂപ്പർ വീഡിയോ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.